കണ്ടിട്ടില്ല. വേറെ ആക്ടറെ സമീപിച്ചാൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ തയ്യാറാവുമോ എന്ന് ഒരു സംശയം ഉണ്ടെന്ന് പറയുന്നു. അതെന്താണ് അങ്ങനെ പറയുന്നത്? ഈ വിവേകാനന്ദനെ പോലെ ഒരു കഥാപാത്രം ചെയ്യാൻ മലയാള സിനിമയിൽ മറ്റൊരു അല്ല, അവരവരുടെ ഇമേജിനെ പേടിക്കുന്നുണ്ടാവും. അതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ. കാരണം അവർക്ക് അവരുടെ ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ആണ് അവർ. നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്റ്റാർസിൻ്റെയും ഒരു ഇതാണല്ലോ, അവർക്ക് ഒരു പെർട്ടിക്കുലർ ഇമേജ് ഉണ്ടാവും. അതിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇമേജിനെ പറ്റി യാതൊരു രീതിയിലും ബോധനേഷണം ഇല്ലാത്ത ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഷൈൻ ആണ് ഇത് ചെയ്യാൻ പറ്റിയ ആളെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു ആക്ടറാണല്ലോ. ആക്ടർക്ക് ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കാമല്ലോ. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അദ്ദേഹം ഇതിനേക്കാളും എത്രയോ ഹാർഡ് കോർ വില്ല ക്യാരക്ടേഴ്സിനെ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആളെന്ന് പറയുമോ? അയാൾ ഇല്ലല്ലോ. ഒരു റേപ്പിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരാളെ റേപ്പിസ്റ്റാണെന്ന് പറയുമോ? അയാൾ കഥാപാത്രത്തെ അല്ലേ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കുറേ പേരെടുത്ത്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, നമുക്ക് എനിക്ക് പരിചയമില്ലാത്ത യങ്സ്റ്റേഴ്സ് തന്നെ വിളിച്ചിട്ട് പലരും വിളിച്ചിരുന്നു. കാരണം ഇങ്ങനത്തെ സബ്ജക്റ്റ് ചെയ്യാൻ കാര്യം കാണിച്ചതിൽ സന്തോഷമായിട്ട്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള പഴയ തലമുറയിലുള്ള ആൾക്കാർ ഇങ്ങനെ സബ്ജക്റ്റ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യില്ല എന്നാണ് തെറ്റിദ്ധാരണ. പക്ഷെ അത് തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത്തരം സിനിമകളിലേക്ക് നമ്മൾ അധികം പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് മുമ്പുള്ളൊരു കാലം നിന്ന് ആലോചിച്ച് നോക്കുക. സിനിമയിൽ വളരെ പരീക്ഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. ഇന്ന് മാത്രമല്ല, സിനിമ ഉണ്ടായിട്ട് കുറേ വർഷങ്ങളായില്ല. എത്ര പരീക്ഷണങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. എത്രയോ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ളൊരു സമ്പന്നമായൊരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എന്നെ പലരും വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തത്. ഞാനൊരു നടന്റെ പിന്നാലെ നടന്നാണ് എനിക്ക് ഇരിക്കേണ്ടതായി വന്നു. ഇനി സാറിന് തുടർച്ചയായ ഒരു സിനിമ പ്രേക്ഷകർ അതെനിക്കിപ്പോൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഘടകങ്ങളും ഒത്തു വരണം. പുതിയൊരു കഥ ഉണ്ടായി വരണം, കഥ എനിക്ക് വർക്ക് ചെയ്യണം, അതിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡ്യൂസർ വരണം, ഒപ്പം ആർട്ടിസ്റ്റ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. ഇഷ്ടംപോലെ പടങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് വരുന്ന ഒരുപാട് കഥകളുണ്ട്. ചോയ്സ് ഉള്ളതുകൊണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത് ഏത് പടം ചെയ്യണം, ഏത് പടം ചെയ്യണ്ട. അപ്പം അങ്ങനെയുള്ള ചില ഡിലേകൾ വരും. അല്ലാതെ സിനിമ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഉള്ളതാണല്ലോ. ഇത്രയും വർഷം സിനിമ ചെയ്തിട്ട് തന്നെയാണ് ഇനിയും സിനിമ ചെയ്തുകൊണ്ടിരിക്കും. ഒരാഴ്ച തന്നെ ഏകദേശം 8 പടങ്ങളൊക്കെ വരണമെന്നുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ ഓടുന്ന കഷ്ടിച്ച് 2 ആഴ്ചകൾ ഓടുന്നത് 1-2 പടങ്ങൾ മാത്രമാണ്. ബാക്കി പടങ്ങളെല്ലാം തിയേറ്ററിൽ നിന്ന് വാഷൗട്ടേക്ക് പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ പഴയ ഒരു എന്താ പറയുക, നല്ല കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ, അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് മലയാള സിനിമയുടെ വീഴ്ചയായിട്ടാണ് ഇത്ര എക്സ്പീരിയൻസുകൾ. അല്ല, അതിന് ഞാൻ നേരത്തെ ഈ മറ്റേ ആർട്ടിസ്റ്റുകളുടെ ചോയ്സ് പറഞ്ഞവര് പ്രേക്ഷകരും ചോയ്സ് ഇഷ്ടംപോലെ സിനിമകൾ വരുന്നതുകൊണ്ട് അവരും എന്താ പറയുക തിരഞ്ഞെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ വരും. അവന് 2 രീതിയിലുള്ള ചോയ്സ് ഉണ്ട്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ചില സിനിമ തിയേറ്ററിൽ പോയി കാണണം, ചില സിനിമ OTT കണ്ടാൽ മതി എന്ന് അവർ തീരുമാനിക്കുന്നത്. അത് അവരുടെ ചോയ്സാണ്, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പ്രേക്ഷകർ ഇത് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മുൻകാലങ്ങളിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ആ സിനിമ പിന്നെ കാണില്ല. പിന്നീടാണല്ലോ ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് പഴയ സിനിമകൾ വീണ്ടും കാണാൻ തുടങ്ങി. അപ്പോൾ ഒരുപക്ഷെ തിയേറ്ററിൽ വൻ പരാജയമായ സിനിമകൾ ടെലിവിഷനിൽ വന്നിട്ട് ഇത് നല്ല സിനിമയായിരുന്നില്ല, ഇത് എന്താ ഓടാഞ്ഞെന്നൊക്കെ ചോദിക്കുന്ന അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അന്നത്തെ കാലത്ത് ചില സാഹചര്യങ്ങൾ തിയേറ്ററിൽ ഓടി വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് തിയേറ്ററിൽ വർക്കൗട്ട് ആവാത്ത എത്ര സിനിമകൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ OTT ഭയങ്കര ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ, OTT അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയിൽ ഇരുന്നുള്ള സിനിമ. അപ്പോൾ എന്തായാലും സിനിമ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു മീഡിയ അല്ല. അതുകൊണ്ടാണ് ഇത്രയധികം സിനിമകൾ ഉണ്ടാവുന്നത്, ഇത്ര ഒരുപാട് പ്രൊഡ്യൂസേഴ്സും ഇവിടെ വരുന്നത്. അല്ല, അവരൊന്നും ഇതിന് കക്ഷികളില്ലാത്തതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് നമ്മൾ വിളിച്ചിട്ട് എന്താ കാര്യം അന്വേഷിക്കുന്നു. പിന്നെ ഇതിപ്പോൾ ഒന്ന് ന്യൂസായിട്ടൊന്നും അധികം വന്നിട്ടില്ലല്ലോ. ഇനി ഞങ്ങളെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ അവരുടെ കേസ് നമ്മൾ നേരിടും, പ്രൊഡ്യൂസറും ഡയറക്ടറും നേരിടും. അങ്ങനെയുള്ള സാധാരണ ചെയ്യാറ്. ഇപ്പോൾ അവരുടെ പേരിലും കൂടി കേസ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് അതിൻ്റെ ഒരു ബാധ്യത ഏറ്റെടുക്കുന്നത്. അല്ല, ഞാനൊക്കെ റെസ്പോണ്ടൻ്റാണ്. എല്ലാം 6 പേര് റെസ്പോണ്ടൻ്റാണ്. സെൻട്രൽ ഗവൺമെൻറ്റും അടക്കം, സെൻസർ ബോർഡ് അടക്കം. കാരണം ഞാൻ ആദ്യം അതാണ് പറഞ്ഞത്, സെൻസർ ചെയ്യപ്പെട്ട പടമാണത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു നിയമബാധ്യതയില്ല.
കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് ഞങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം പാടില്ല എന്നുള്ള സെൻസറിൻ്റെ വളരെ റിട്ടേൺ ആയിട്ടുള്ള നിയമമാണ്. അത് പാലിച്ച് അത് എല്ലാ കാർഡുകളും ഇട്ടിട്ട് തന്നെയാണ് സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ പടർത്തിച്ചത്. അത് അംഗീകരിച്ചിട്ട് തന്നെയാണ് സെൻസർ ബോർഡ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു കേസ് കൊടുക്കുമ്പോൾ അവരെ കൂടെ കക്ഷിയാക്കുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.